സിൽവർ ലൈൻ പദ്ധതിയിൽ കൊച്ചിയിൽ നിർണായക ചർച്ച. പദ്ധതിയുടെ DPR അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച നടന്നതായാണ് വിവരം. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച പോസിറ്റീവെന്ന് KRail MD അജിത് കുമാർ പറഞ്ഞു. അതേസമയം പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ചർച്ച പൂർത്തിയായി സാർ? അതിലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. വി ഹാഡ് സം ഇനീഷ്യൽ ഡിസ്കഷൻസ്. വി വിൽ കണ്ടിന്യൂ വിത്ത് ദ മീറ്റിംഗ്സ്. ഈ ചർച്ച കണ്ടിന്യൂ ചെയ്യും. സാറേ, ഈ DPR സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? ഇപ്പം മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഡേറ്റയും എൻ്റെ കയ്യിലില്ല. റെയിൽവേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ മീറ്റിംഗ്സ് ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗ് തീർന്നു. ശരി, ഓക്കെ, താങ്ക് യു. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. കണ്ടിന്യൂസ്. ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഈ ആസച്ച്, അതായത് 300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉയർത്തി 200 കിലോമീറ്റർ ദൂരം രണ്ട് സൈഡിലും, പാളത്തിന്റെ രണ്ട് സൈഡിലും 10 അടി ഉയരത്തിലുള്ള മതിൽ കെട്ടി കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്രത്തിന്റെ അനുമതി കൂടി മേടിച്ചുകൊണ്ട് വന്നു. സിൽവർ ലൈൻ ചർച്ചയ്ക്കെതിരെ എറണാകുളം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ KRail വിരുദ്ധ സമിതി പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ നമുക്കൊപ്പം. സൈഫുനിസ, കൊച്ചിയിൽ നടന്ന നിർണായക ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ അധികൃതരോട് സൈഫുനിസ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല. ചർച്ചകൾ തുടരും, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കാമല്ലേ? തീർച്ചയായും അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പിന്നോട്ട് പോകേണ്ടതില്ല, മുന്നോട്ട് തന്നെ പോകാനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നുള്ളതാണ്. അതായത് തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ചർച്ച പോസിറ്റീവായിരുന്നു എന്നുള്ളതാണ്. ചർച്ചകൾ പോസിറ്റീവായിരുന്നു എന്ന് തന്നെയാണ് KRail MD അജിത് കുമാറും നമ്മളോട് പറഞ്ഞത്. കാരണം അരമണിക്കൂറാണ് ചർച്ച നടന്നത്. അരമണിക്കൂറിന് ശേഷം KRailന്റെ ഓഫീസിലെത്തിയപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ഈ വിഷയത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ തീർച്ചയായും പോസിറ്റീവായ ചർച്ചകളാണ്, ഇനി തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും ഈ ഇന്ത്യൻ റെയിൽവേക്ക് കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പാത വേണം സിൽവർ ലൈനിന് നിർമ്മിക്കേണ്ടത് എന്നൊരു തീരുമാനത്തിലാണ് റെയിൽവേ നിൽക്കുന്നത്. ആ തീരുമാനത്തോടെ ഏറെക്കുറെയെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ KRail സന്നദ്ധമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സന്നദ്ധമാവുകയാണെങ്കിൽ സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ അതിന്റെ പ്രാഥമിക ഘട്ട ചർച്ചകൾ മാത്രമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ആ ചർച്ചകൾ ശുഭസൂചനയാണ് നൽകുന്നത്. പക്ഷേ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ അതേസമയം തന്നെ തൊട്ടപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു. അതായത് ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഇത്രയും കണ്ട് പാതകൾ ഉള്ള സമയത്ത് ആ പാതയിലൂടെ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ അതിവേഗത്തിൽ ഓടിക്കാൻ കഴിയുന്നതിൽ അതിന്റെ കൂടുതൽ സാധ്യതകളും കേന്ദ്രത്തിനോട് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകളും ആവശ്യപ്പെടുന്നതിന് പകരം ഇനിയും ഭൂമി ഏറ്റെടുത്ത് ഇനിയും ആളുകളെ റോഡുകളിലേക്ക് ഇറക്കി ഇനി ഇങ്ങനെ ഒരു വികസന പാത വേണമോ എന്നുള്ളതാണ് KRail വിരുദ്ധ സമരസമിതി ചോദിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നിവർ KRail വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്നത്തെ ചർച്ച വളരെ നിർണായകമായ ചർച്ചയായിരുന്നു. ആ നിർണായകമായ ചർച്ച ഇനിയും തുടർ ചർച്ചകൾക്ക് സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. സുജയ. ഓക്കെ, സൈഫുനിസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.